ഏറ്റവും പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായത് മേഘവിസ്ഫോടനം കണക്കെ കനത്ത മഴയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. കേരളത്തിൽ കൂടുതൽ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിക്കുകയാണ്. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സുമാത്ര തീരത്തിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യത. ഈ വിവരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി നോക്കാം. ഒപ്പം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരിക്കുന്ന ഈ മണിക്കൂറുകളിലും തുടരുന്ന ശക്തമായ മഴയുടെയും കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ദൃശ്യങ്ങളും വാർത്തയും നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന് നവംബർ 21. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. ഇന്ന് തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നത്. തെക്കൻ ജില്ലകളിൽ വ്യാപകമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തമിഴ്നാടിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളിലും തെക്കൻ ജില്ലകളിലും കനത്ത മഴയിൽ വലിയ കെടുതികളാണ് ഉണ്ടായത്. കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി.